യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ ഡോക്ടർമാർ ഇന്നും പണിമുടക്ക് തുടരും. OP വാർഡ് ഡ്യൂട്ടികൾ തുടങ്ങിയവ ഡോക്ടർമാർ ബഹിഷ്കരിക്കും. അത്യാഹിത വിഭാഗത്തെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇല്ല, അറിഞ്ഞില്ല. ഇനിയിപ്പോൾ എന്ത്, നമ്മളെ മക്കളെ പോലെയല്ലേ ഒന്നിന് ബലാത്സംഗം ചെയ്ത് വന്ന നമ്മളെ മക്കളല്ലേ. അപ്പം നമ്മളെ മക്കൾക്ക് വന്ന് നമ്മൾ സഹിക്കുമോ? ഇനി തിരിച്ചു പോകണം. ഇല്ല, അറിഞ്ഞില്ല. അറിയുന്നെങ്കിൽ പിന്നെ വരില്ലല്ലോ. വിവരങ്ങളുമായി രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട്. രാഹുൽ, നമസ്കാരം. ഇന്നും പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനമെന്ന് മനസ്സിലാവുന്നു. ഇത് ഏത് തരത്തിലായിരിക്കും ഇന്ന് പ്രതിഷേധത്തിന്റെ ഒരു സ്വഭാവം? ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്? എന്തൊക്കെയാണ് പ്രതിഷേധിക്കുന്ന രീതികൾ? തീർച്ചയായും പ്രതിഷേധം കടുക്കുകയാണ്. അത് മറ്റൊരു ഘട്ടത്തിലേക്ക്, സമരം പ്രതിഷേധം മറ്റൊരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. കാരണം ഇന്നലെ PG ഡോക്ടർമാരും സീനിയർ റെസിഡന്റുമാരും മാത്രമാണ് സമരം ചെയ്തതെങ്കിൽ ഇന്ന് IMAയും KGMAയും ഉൾപ്പെടെയുള്ള സംഘടനകൾ, ഈ മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് ഉൾപ്പെടെ, അതായത് അധ്യാപകർ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ സമരത്തിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ യാതൊരു OPകളും പ്രവർത്തിക്കില്ല. ഇന്നത്തെ അതേ സാഹചര്യം തന്നെയാണ്. OPകൾ ഉണ്ടാകില്ല, വാർഡിൽ ഡോക്ടർമാരുടെ സേവനം ഉണ്ടാകില്ല. എന്നാൽ ഇന്നലെ അത് ഈ പറയുന്ന ജൂനിയർ യുവ ഡോക്ടർമാരിലേക്ക് ചുരുങ്ങിയെങ്കിൽ ഇന്ന് അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം കുറേയധികം രോഗികൾ ഇവിടെ രാവിലെ തന്നെ OP ഇല്ല എന്നറിഞ്ഞ് സമരത്തിൻ്റെ കാര്യം അറിയാതെ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. എങ്കിലും അവർ പങ്കുവയ്ക്കുന്ന കാര്യങ്ങളുണ്ട്. അത് ഒന്ന്, നമ്മളിപ്പോൾ കേട്ട മനുഷ്യൻ, അദ്ദേഹം നെയ്യാറ്റിൻകരയിൽ നിന്ന് വന്നയാളാണ്. അദ്ദേഹം പറയുന്നത് ഇത്തരം ഒരു കാര്യത്തിന് നിൽക്കുമ്പോൾ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ വരില്ലായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഹൃദ്രോഗികളുണ്ട്. അതിൽ ഒരാൾ വെള്ളറടയിൽ നിന്ന് വന്നാണ്, നമ്മോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഡോക്ടറെ കണ്ട് 3 മാസത്തേക്കാണ് മരുന്ന് വാങ്ങിക്കുന്നത്. അദ്ദേഹം ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് സമരമാണെന്ന്. നിലവിൽ അത്തരം രോഗികൾക്ക്, അതായത് ഹൃദ്രോഗം ഉൾപ്പെടെയുള്ള അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ട അല്ലെങ്കിൽ മരുന്ന് നൽകേണ്ടവർക്ക് നിലവിൽ കാഷ്വാലിറ്റിയിലൂടെ 5 ദിവസത്തേക്ക് മരുന്ന് നൽകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലുള്ളത്. നമ്മളിപ്പോൾ ജനറൽ ആശുപത്രിയിലാണ് ഉള്ളത്. ഇവിടെ കാഷ്വാലിറ്റി, അതായത് അത്യാഹിത വിഭാഗത്തിൻ്റെ പ്രവർത്തനം ഇന്നലത്തെ പോലെ തന്നെ ഒരു മുടക്കവുമില്ലാതെ നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഹൃദ്രോഗമടക്കമുള്ള അടിയന്തര സഹായം വേണ്ട അല്ലെങ്കിൽ മരുന്ന് നൽകേണ്ടവർക്ക് കാഷ്വാലിറ്റിയിലൂടെ ആ സേവനം നൽകി 5 ദിവസത്തേക്കുള്ള മരുന്ന് നൽകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇതറിയാതെ ഈ പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് എത്തുന്നവർക്ക് ബുദ്ധിമുട്ടാകുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ഇന്നലത്തെ പോലെയല്ല സ്ഥിതി. കാരണം IMA, KGMA ഉൾപ്പെടെയുള്ള സംഘടനകളുള്ള ഡോക്ടർമാർ ഉൾപ്പെടെ ഇന്ന് ഈ OPയും അതോടൊപ്പം തന്നെ വാർഡിലെ സേവനവും ബഹിഷ്കരിക്കുന്നുണ്ട്. എന്തായാലും ഇവരുടെ ആവശ്യങ്ങൾ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അത് അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ ഇന്നലെ തന്നെ സൂചിപ്പിച്ചതാണ്, ഇന്ന് പണിമുടക്കിനെ IMA ആഹ്വാനം ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി വലിയ പ്രതിഷേധം യുവ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ രോഗികളെ അത് ബാധിക്കുന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ ഒരമ്മ നമ്മുടെ പോണ്ട്. അമ്മേ, സമരം അറിഞ്ഞില്ലല്ലേ? ഇല്ല, അറിഞ്ഞില്ല. ആര്യനാട്. കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞത്. അപ്പോൾ നല്ല തെളിഞ്ഞ് കാഴ്ച വന്നില്ല, ഇടത്തെ കണ്ണാണ്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടി വന്നു. ഇല്ല, കാണിക്കാൻ ഒന്നും നോക്കൂല എന്നാ അവർ പറഞ്ഞു. അവിടെ ഇവിടുന്ന് പറഞ്ഞു അടുത്ത തിങ്കളാഴ്ച വന്നാൽ നോക്കാം. ആര്യനാട്. ബുദ്ധിമുട്ട് എന്താ, ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. തിരിച്ചു പോകാൻ തിങ്കളാഴ്ച തൊട്ട്. അത്തരത്തിൽ ഒരു രോഗികൾക്ക് കൃത്യമായി ഈ സമരമാണെന്നുള്ള അറിവില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർ അറിയിക്കുന്നുണ്ട്. കാരണം അവർ വരുമ്പോൾ കാഷ്വാലിറ്റിയിൽ നിന്ന് ഇത്തരത്തിൽ ഇപ്പോൾ ഈ അമ്മ പറഞ്ഞത് കണ്ണുമായി ബന്ധപ്പെട്ട അസുഖമാണ്, ശസ്ത്രക്രിയ കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ണിന് തെളിച്ചക്കുറവുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ എത്തിയതാണ്. അപ്പോൾ കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച എത്തൂ എന്നാണ് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ പല വിഭാഗത്തിലുള്ള ആളുകൾ എത്തുന്നത്, 10,000-ലധികം ആളുകൾ സേവനത്തിനെത്തുന്ന അല്ലെങ്കിൽ അവർ സഹായത്തിനെത്തുന്ന ഇടമാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രി. ഇത്തരത്തിൽ അവർക്ക് മറുപടികൾ ലഭിക്കാതെ പോകുന്നവരുമുണ്ട്. എന്നാൽ സമരമാണെന്നറിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ വരില്ലായിരുന്നു എന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും ഇന്നത്തെ സമരം അത് യുവ ഡോക്ടർമാരിലേക്ക് ചുരുങ്ങുന്നില്ല ഇന്നലത്തെ പോലെ. അതുകൊണ്ട് തന്നെ വ്യാപകമായി ഈ സമരം നടക്കുകയാണ്. അതുകൊണ്ട് ഇന്നലത്തെ പോലെയല്ല, കാര്യങ്ങൾ താളം തെറ്റാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ കാഷ്വാലിറ്റിയിലൂടെ ഹൃദ്രോഗമടക്കമുള്ള
ഹൃദ്രോഗമടക്കമുള്ള രോഗികൾക്ക് ആ രോഗം അനുഭവിക്കുന്നവർക്ക് മരുന്ന് നൽകുന്നുണ്ടെങ്കിലും 5 ദിവസത്തേക്കാണ് മരുന്ന് നൽകുന്നത്. എന്തായാലും ഇന്ന് വ്യാപകമായ സമരമുണ്ട്. 9 മണി മുതൽ പ്രതിഷേധ റാലി ഉൾപ്പെടെ സംഘടിപ്പിക്കാനാണ് ആഹ്വാനം. ഇവരുടെ ആവശ്യം ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ KG കാർ മെഡിക്കൽ കോളേജിലുണ്ടായ ദാരുണമായ സംഭവം, അതിൽ ഉൾപ്പെട്ടവരെ അടിയന്തരമായി അറസ്റ്റ് ചെയ്ത് അവർക്ക് നിയമ നടപടി സ്വീകരിക്കുക. ഒപ്പം സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ജീവൻ രക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഈ ആരോഗ്യ പ്രവർത്തകരുടെ ജീവൻ, അതിന് ജീവന് മേലെയുള്ള അതിക്രമങ്ങൾക്കെല്ലാം എതിരെ വലിയ സമരം, വലിയ പ്രതിഷേധമാണ് നടത്തുന്നത്. ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. അതായത് തീർച്ചയായിട്ടും ഈ സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരണം. ഇവരുടെയൊക്കെ ഈ രാഹുൽ ഇടയ്ക്ക് പറയുന്നത് പോലെ ശരിയാണ്, ആ പോയിന്റ് വളരെ ശരിയാണെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അതായത് ജീവൻ നൽകാൻ അല്ലെങ്കിൽ ജീവൻ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വപ്പെട്ട ഇവരുടെയൊക്കെ ജീവൻ അപകടത്തിലാവുന്ന ഈ അവസരം അല്ലെങ്കിൽ ഈ സന്ദർഭങ്ങൾ അതൊക്കെ ഒഴിവാകേണ്ടതുണ്ട്. അപ്പോഴും ആരോഗ്യ മേഖല എന്ന് പറയുന്നത് അവശ്യ സർവീസാണ്. പ്രൈവറ്റിലെ ഡോക്ടർമാരും സമരമാണോ? മൊത്തമേ സമരം തന്നെ. ഞാൻ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി. എന്നെപ്പോലെ 10,000-കണക്കിന് ആൾക്കാർ ഇത് പ്രതീക്ഷയിൽ വരുന്നത്. വയറുവേദന 2 ആയി തുടങ്ങിയിട്ട്. കാഷ്വാലിറ്റി ഡോക്ടർമാർ സമരമില്ലേ? അതുപോലെ അവിടെ അത്യാവശ്യമാണെങ്കിലേ അവർ കാണിക്കാൻ പറ്റും. അവർ പോയി നോക്കിയോ? ഇല്ല, പോയി നോക്കില്ല. നോക്കട്ടെങ്കിൽ അപ്പോൾ അത്തരത്തിലാണ്. കാഷ്വാലിറ്റിയിൽ പോകാൻ പോലും മടിക്കുന്നവരുണ്ട് മോത്തി. അതായത് അവർ അസുഖമായി വരുന്നു, അപ്പോൾ OPയിൽ ഡോക്ടർമാരില്ല എന്നറിയുമ്പോൾ അവർ തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ്. അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്നു എന്നുള്ള അറിവ് പോലും ഇല്ലാത്തവർ തിരിച്ചു പോവുകയാണ്. അതിന് വയറുവേദനയാണ്, അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കാരണം അറിയാനെത്തിയാണ്. അത്തരത്തിൽ ഈ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തുള്ള, അത് ഉൾമേഖലയിൽ നിന്നുള്ള ആളുകളാണ് എത്തുന്നത്, വയോജനങ്ങളാണ് എത്തുന്നത്, കുട്ടികളുമായി എത്തുന്നവർ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ പറയുന്നത് പോലെ അടിയന്തരമായി പരിഹരിക്കേണ്ടത് രോഗം ആശങ്കയായി നിൽക്കുന്നവർക്കെല്ലാം മടങ്ങിപ്പോകേണ്ട, മറുപടി കിട്ടാതെ മടങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. അവരോട് 5 ദിവസത്തിന്റെ മരുന്ന് കൊടുക്കുന്നുണ്ട് അടിയന്തരമായി പരിഹരിക്കേണ്ടത്. രാഹുൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. രോഗം അത് എത്ര ഗുരുതരം എന്നതല്ല, ഏത് രോഗവും അത് കാഷ്വാലിറ്റി എത്രയും വേഗം പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന ബോധ്യത്തോടു കൂടി ചികിത്സ നൽകേണ്ടതാണ് ആരോഗ്യ മേഖല. അതുകൊണ്ട് തന്നെ എത്ര അവകാശത്തിന് വേണ്ടിയുള്ള സമരം എന്ന് പറഞ്ഞാലും അത് ഈ അവശ്യ സർവീസിനെ ബാധിക്കുന്നത് ഖേദകരം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് രാഹുലിന്റെ അഭിപ്രായം? തീർച്ചയായും പല മുഖങ്ങൾ കാണുമ്പോൾ അത്തരത്തിൽ അവരുടെ ആശങ്ക പരിഹരിക്കപ്പെടാതെ പോകുന്നതിൻ്റെ ഒരു വിഷമം അവരുടെ മുഖത്തുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് ഒരു ഉത്തരവാദിത്തമാണ് എന്നുള്ളത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് സമരം പ്രഖ്യാപിച്ചപ്പോൾ അവർ നമ്മോട് ഇന്നലെ പറഞ്ഞത് ഇത് ഒരു അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ്, അവരുടെ അവകാശത്തിന് വേണ്ടി സമരമാണ്, അതുകൊണ്ട് എല്ലാ പിന്തുണയും മാധ്യമങ്ങൾ നൽകണമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ അത്യാഹിത വിഭാഗത്തിന് ഒരു പ്രശ്നവും ഉണ്ടാകില്ല, അടിയന്തരമായി പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നും ഇന്നലെ അവർ സൂചിപ്പിച്ചിരുന്നു. ഒരു പരിധി വരെ നമ്മൾ ഹൃദ്രോഗം അടക്കമുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടക്കമുള്ളവർക്ക് 5 ദിവസത്തേക്ക് മരുന്ന് നൽകുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ നമ്മളിപ്പോൾ കണ്ട ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന രോഗികളും ഉണ്ട് എന്നുള്ള ഒരു വസ്തുത നമ്മൾ മറന്നു പോകരുത്. കാരണം ചില വ്യക്തികൾ ഡോക്ടർമാരുടെ പേരെടുത്താണ് നമ്മോട് സംസാരിക്കുന്നത്. ആ ഡോക്ടറെ സാന്നിധ്യം പോലും അല്ലെങ്കിൽ ആ ഡോക്ടറെ കാണണം എന്ന് ഉറപ്പിച്ച് വന്നവരാണ്. അപ്പോൾ ആ ഡോക്ടർ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ രോഗികൾ കാഷ്വാലിറ്റിയിലേക്ക് പോകുന്നില്ല എന്ന് തീരുമാനമെടുക്കുന്നുണ്ട്. എന്തായാലും തീർച്ചയായും അവകാശത്തിനുള്ള സമരം അത് ആ സമരത്തിന് പിന്തുണ നൽകുന്ന രോഗികളുണ്ടെങ്കിൽ പോലും ഇത് വലിയ ആശങ്കയായി പങ്കുവയ്ക്കുന്നവരുണ്ട് മോത്തി. തീർച്ചയായിട്ടും രാഹുൽ, അത് ഏതായാലും ഒരു ആശങ്കയാണ് ഇവർക്ക്. കാരണം അവശ്യ സർവീസാണ് ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രോഗവും ഇപ്പോൾ വളരെ അത്യാവശ്യമാണ് എന്ന് പറയുന്ന കാഷ്വാലിറ്റി മാത്രമല്ല, എല്ലാ രോഗികളും അത്യാവശ്യത്തിൽ തന്നെയാണ് വരുന്നത്. അത് ചികിത്സിക്കപ്പെടുക അല്ലെങ്കിൽ ചികിത്സ കിട്ടുക എന്ന് പറയുന്ന അവരുടെ ഒരു അവകാശമാണ്. ഇത് ഒരു തരത്തിൽ അവകാശം നേടിയെടുക്കാനുള്ള ഒരു സമരവും ഒപ്പം അതേസമയം തന്നെ അതിന് സമാന്തരമായി തന്നെ അവകാശ ലംഘനവും കൂടി ആയി പോകുന്നല്ലോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ആ തരത്തിൽ ഒരുപാട് ദൂരെ നിന്നൊക്കെ വരുന്ന രോഗികൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്.